ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282. മൂവാറ്റുപുഴ നഗരസഭ 13-ാം വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മേരിക്കുട്ടി ചാക്കോ UDFനായി മത്സരിക്കും. വീടുകൾ കയറി ഇറങ്ങി പ്രചാരണവും മേരിക്കുട്ടി ചാക്കോ ആരംഭിച്ചു. വിജയം സുനിശ്ചിതമെന്ന് സ്ഥാനാർത്ഥി പറഞ്ഞു. ഫെബ്രുവരി മാസം 24-ാം തീയതി നടക്കുന്ന മൂവാറ്റുപുഴ നഗരസഭ 13-ാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി മേരിക്കുട്ടി ചാക്കോയെ പ്രഖ്യാപിച്ചു. ഫെഡറൽ ബാങ്ക് റിട്ടയർഡ് ഉദ്യോഗസ്ഥയാണ് മേരിക്കുട്ടി ചാക്കോ. സ്ഥാനാർത്ഥിത്വത്തിൽ സന്തോഷമുണ്ടെന്നും തനിക്ക് മുന്നേ വികസന പ്രവർത്തനങ്ങൾ നടത്തിയവരുടെ മാതൃക തന്നെ പിന്തുടരുമെന്നും മേരിക്കുട്ടി ചാക്കോ പ്രതികരിച്ചു. ഫെബ്രുവരി 24-ാം തീയതി നമ്മുടെ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി 13-ാം വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഞാൻ UDF സ്ഥാനാർത്ഥിയെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാവിധ പിന്തുണയും ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ മുൻകാല കൗൺസിലർമാർ പൂർത്തീകരിച്ച് പകുതിയായതും അല്ലെങ്കിൽ പൂർത്തീകരിക്കാനുള്ളതുമായ എല്ലാ പദ്ധതികളും എൻ്റെ കഴിവിനാവും വിധം പൂർത്തീകരിക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കുമെന്നും നിങ്ങളോടൊപ്പം എന്നും ഞാൻ ഉണ്ടാകുമെന്നും ഞാൻ ഇതിനാൽ ഉറപ്പ് തരികയാണ്. നിങ്ങളുടെ എല്ലാവിധ സഹകരണവും പ്രാർത്ഥനയും എല്ലാം ഞാൻ ഒരിക്കൽ കൂടി പ്രതീക്ഷിക്കുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങ് മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PA സലിം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് ഷാനു KP ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ PP എൽദോസ്, KM അബ്ദുൾ മജീദ്, PM അമീർ അലി, KA അബ്ദുൾ സലാം, ജോസ് കുര്യാക്കോസ്, സാജൻ പിട്ടാപ്പള്ളി, അബു മുണ്ടാട്ട്, NP ജയൻ, S മജീദ് തുടങ്ങിയവർ പങ്കെടുത്തു. S മജീദ് ചെയർമാനായും NP ജയൻ ജനറൽ കൺവീനറായും MS രഘുനാഥ് സെക്രട്ടറിയായും ഷഫീഖ് മുഹമ്മദ് ഖജാൻജിയുമായുമുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും വാർഡിൽ നിലവിൽ വന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ UDF പ്രവർത്തകരും സ്ഥാനാർത്ഥിയും വീടുകൾ കയറിയിറങ്ങിയുള്ള ഇലക്ഷൻ പ്രചരണത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ MCS ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ.